തിരുവനന്തപുരം വെള്ളനാട് ചാങ്ങയിൽ അങ്കണവാടിയിൽ നിന്ന് ലഭിച്ച അമൃതം പൊടി പാക്കറ്റിൽ ചത്ത പല്ലിയെ കണ്ടെത്തി. 1 വയസ്സുള്ള കുഞ്ഞിന് നൽകാനായി വാങ്ങിയ പാക്കറ്റിലാണ് പല്ലിയെ കണ്ടത്. കഴിഞ്ഞ ഓഗസ്റ്റ് 19-ന് ചാങ്ങ 7-ാം നമ്പർ അങ്കണവാടിയിൽ നിന്ന് വാങ്ങിയ പൊടി പാത്രത്തിലേക്ക് മാറ്റുമ്പോഴാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത്. ആരോഗ്യമന്ത്രിക്കും വകുപ്പ് അധികൃതർക്കും ചാങ്ങ പണ്ടാരവീട്ടിൽ വൈഷ്ണവി പരാതി നൽകിയിരിക്കുകയാണ്. ഞാൻ ഇന്ന് കുഞ്ഞിന് കാച്ചാൻ വേണ്ടിയിട്ടാണ് അമൃതം പൊടി എടുത്തത്. ഇവിടുത്തെ വെള്ളനാട് ചാങ്ങ അംഗൻവാടിയിൽ നിന്ന് കിട്ടിയ പൊടിയായിരുന്നു അമൃതം പൊടി. അപ്പോൾ ഇന്ന് കാച്ചാൻ വേണ്ടിയിട്ട് പുതിയ പൊടി പൊട്ടിച്ച് ഇട്ടതും വെള്ളത്തിലേക്ക് പല്ലി വീഴുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് വീഴുന്നത് ഇപ്പോൾ കൊടുത്തിട്ടില്ലായിരുന്നു, അത് അറിഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ കുഞ്ഞിന് എന്തെങ്കിലും പറ്റിപ്പോയാൽ എന്ത് ചെയ്യും? പരാതി ആരുടെയും പറഞ്ഞിട്ടുണ്ടോ? മന്ത്രിക്കും പിന്നെ അയച്ചിട്ടുണ്ട്. പോലീസ് വിളിച്ചിട്ടുണ്ട്. മന്ത്രി എന്ത് പറഞ്ഞു? മന്ത്രി ഉടനെ തന്നെ ഒരു ഇത് തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്, റിപ്ലൈ തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അശ്വിൻ ഡിയൊക്കെ വിവരങ്ങളുമായി. അശ്വിൻ, ഗുഡ് മോർണിംഗ്. ഈ അമൃതം പൊടിയുമായി ബന്ധപ്പെട്ട് നേരത്തെയും പല പരാതികളും ഉയർന്നത് നമ്മുടെ മുന്നിൽ ഉണ്ട്. ഇപ്പോൾ ഇത് ഈ ചത്ത പല്ലിയെ ആ ദൃശ്യങ്ങളടക്കം കാണുകയാണ്, അറപ്പടാവുന്ന കാഴ്ചയാണ്. ആ കുട്ടിക്ക് കൊടുത്തിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ എന്നാണ് അവർ പറയുന്നത്. ആ പരാതിയിൽ മേൽ ഇപ്പോൾ എന്താണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്? ഉടനെ നടപടി ഉണ്ടാകുമെന്നാണോ? എന്ത് ഉറപ്പാണ് നൽകിയിരിക്കുന്നത്? സ്മൃതി, ഗുഡ് മോർണിംഗ്. ഈ പരാതിയിന്മേൽ എന്തായാലും ആരോഗ്യമന്ത്രി ഇടപെട്ടിട്ടുണ്ട്, അതിലൊരു റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 19-ാം തീയതിയാണ് ഈ ചാങ്ങയിലെ ഒരു അംഗൻവാടിയിൽ നിന്നും വൈഷ്ണവി എന്ന വീട്ടമ്മ കുഞ്ഞിന് കൊടുക്കുന്നതിന് വേണ്ടി ഈ ഒരു അമൃതം പൊടി വാങ്ങുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസമാണ് അവരത് പൊട്ടിച്ച് കുഞ്ഞിന് കലക്കുന്നതിന് വേണ്ടി നോക്കുന്നത്. ഈ കവറ് പൊട്ടിച്ച് അത് മറ്റൊരു പാത്രത്തിലേക്ക് പകർത്തുമ്പോൾ തന്നെ ചത്ത പല്ലിയാണ് ആദ്യം ഈ പാത്രത്തിലേക്ക് വീണത് എന്നുള്ളതാണ് വൈഷ്ണവി ആരോപിക്കുന്നത്. പിന്നാലെയാണ് ഈ പാക്കറ്റ് നോക്കുന്നതും. പക്ഷേ അതിൽ എക്സ്പയറി ഡേറ്റ് ഒന്നും കഴിഞ്ഞതല്ല, ഏറ്റവും പുതിയ പാക്കറ്റ് തന്നെയാണ്. ഇനിയും 2 മാസത്തെ കാലാവധി കൂടിയുള്ള ഒരു പാക്കറ്റാണ് ഈ അമൃതം പൊടിയിൽ ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് ഈ ചത്തപ്പല്ലി ഇതിലേക്ക് വന്നത് എന്ന് ഇവർക്കും മനസ്സിലായിട്ടില്ല. ഇത് കാട്ടാക്കട ആമശലിൽ ലൈസൻസ് ഉള്ള പ്രകൃതി ന്യൂട്രിമിക്സ് എന്ന സ്ഥാപനത്തിന്റെ പേരിൽ പുറത്തിറങ്ങുന്ന അമൃതം പൊടിയിലാണ് ഈ ചത്ത പല്ലിയെ കണ്ടെത്തിയിട്ടുള്ളത്. ഇവർ ഈ പല്ലിയെ കണ്ടെത്തിയ ഉടൻ തന്നെ മെമ്പറെ അറിയിക്കുകയും പിന്നീട് അവർ നേരിട്ട് ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകുകയും ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്ങനെയാണ് ഈ പല്ലി ഉള്ളിലേക്ക് വന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. കുഞ്ഞിന് ഇത് അറിയാതെ എങ്ങാനും കലക്കി കൊടുത്തിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, സാധാരണ കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടി നൽകുന്നതാണ് ഈ അമൃതം പൊടി. അംഗൻവാടികളിൽ നിന്നൊക്കെയാണ് വാങ്ങുന്നത്. ഈ ചാങ്ങയിലെ തന്നെ ഒരു അംഗൻവാടിയിൽ നിന്നാണ് ഇവർ വാങ്ങിയിട്ടുള്ളത്. 19-ാം തീയതിയാണ് വാങ്ങുന്നത്. പക്ഷേ അവർ കഴിഞ്ഞ ദിവസമാണ് ഇത് ഉപയോഗിക്കാൻ വേണ്ടി എടുക്കുന്നത്. ആ സമയത്താണ് ഈ പല്ലി ഇതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നതായി ഇവർ പറയുന്നത്. പൊട്ടിച്ച ഉടൻ തന്നെ പല്ലിയാണ് ആദ്യം വീണത്, പിന്നീടാണ് പൊടികൾ അതിൽ നിന്നും ഈ പാത്രത്തിലേക്ക് വീണത് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ആരോഗ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടി ഒരു അന്വേഷണം റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ശരി അശ്വിൻ ഡിയോഗ, ഉടനെ തന്നെ നടപടിയെടുക്കേണ്ട വിഷയമാണ്. അമൃതം പൊടിയിലാണ് ഇപ്പോൾ ചത്ത പല്ലിയെ കണ്ടെത്തിയിരിക്കുന്നത്.